ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ നോർമലി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് കാണിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് പുളിയിഞ്ചിയാണ്. ഇഞ്ചിപ്പുളി എന്നും പറയാറുണ്ട്, പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഒക്കെ ഇഞ്ചിപ്പുളി എന്നാണ് പറയുന്നത്, പുളിയിഞ്ചി എന്നും പറയുന്നു. അപ്പോൾ വളരെ സ്വീറ്റ് ആയിട്ട് മറ്റൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നല്ല നാടൻ സ്റ്റൈല് സദ്യക്കൊക്കെ ഓണത്തിനൊക്കെ നമ്മൾ കൂട്ടാറില്ലേ, ഓണം വിഷു ഒക്കെ വരുമ്പോൾ നമ്മൾ കൂട്ടാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇഞ്ചിപ്പുളി അച്ചാർ ഉണ്ടാക്കി വെക്കാം. വീഡിയോ മറക്കാതെ കാണുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, കാരണം പുതിയ വീഡിയോസ് ഇങ്ങനെ എടുക്കും തോറും സപ്പോർട്ടും കൂടെ അതിനാവശ്യമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു മൺചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കാം, ഒരു നാടൻ സ്റ്റൈൽ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് മൺചട്ടിയിലാണ്. മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. വെളിച്ചെണ്ണ ഇതിന് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇപ്പോൾ ഈ ഒരു പീസ് ഇതുണ്ട്, നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞിട്ട് അത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ്, അതായത് തേങ്ങാപ്പാൽ എടുക്കത്തില്ലേ, അതുപോലെ ഇഞ്ചിയുടെ നീരെടുത്ത് മാറ്റണം. കാരണം ഇഞ്ചി നല്ല പച്ച ഇഞ്ചി ആകുമ്പോഴത്തേക്ക് അത് ഒരുപാട് നമ്മുടെ വയറ്റിലോട്ട് ചെല്ലാൻ പാടില്ല. കാരണം നമുക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് അത് എന്താ പറയുക, എരിച്ചിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഇഞ്ചിയുടെ നീര് അതിനൊരു കാരമുണ്ട്, അപ്പൊ അത് നമുക്ക് പിടിക്കില്ല, വയറിന് പിടിക്കില്ല. അപ്പൊ അതിന്റെ ഇഞ്ചിയുടെ നീരും എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഇഞ്ചി ചതച്ചത് അത് മാത്രമാണ്. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സദ്യക്കൊക്കെ നാടൻ സ്റ്റൈലിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇഞ്ചി ഇതുപോലെ ക്രഷ് ചെയ്യത്തില്ല, പകരം കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതാണ് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക, കണ്ടോളൂ. ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ചെയ്ത് തീ ഒരു സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. കാരണം ഇത് ക്രഷ് അല്ല, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായതുകൊണ്ട് ഇത് അടിയിൽ പിടിച്ചു പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ കുറച്ച് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എണ്ണ പോരാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ബാക്കി പ്രോസസ്സ് എന്താന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തിടട്ടെ. വെയിറ്റ്. അപ്പോൾ ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം ആ ചട്ടിയിലോട്ട് തന്നെ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് ആ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഉലുവയാണ് ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ഉലുവ കേട്ടോ. ഉലുവയൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വേപ്പിലയും വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക്
റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ കടുക് പൊട്ടി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി, ആ വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. പക്ഷെ ചെറിയ വെളുത്തുള്ളി അല്ലേ, ചൈനീസ് വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ട് വലിയ വെളുത്തുള്ളി. അപ്പം ഇത് വലിയ പീസസ് ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ നേരത്ത് കടിക്കാൻ കിട്ടുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞ് ഇട്ടിരിക്കുന്നത്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനും ടേസ്റ്റിനും ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. നിങ്ങൾ എത്ര ഇഞ്ചി എടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൂടെ ചേർക്കുന്ന ഐറ്റംസിന്റെ അളവ്. ഞാൻ എത്ര ക്വാണ്ടിറ്റി ഐറ്റംസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി വേപ്പില ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതാണ് കേട്ടോ. വേപ്പില ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം വേപ്പിലയും വേണം. നാടൻ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു, ഇത് ആക്ച്വലി തൊടുകറി എന്നാണ് പറയുന്നത്. അപ്പൊ തൊടുകറി ഇലയിൽ വിളമ്പുന്ന തൊടുകറിയുടെ കൂട്ടത്തിൽ പെടുന്ന അല്ലോ ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി. അപ്പോൾ വേപ്പില പ്രധാന ഘടകമാണ് കേട്ടോ. അപ്പൊ വേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. തീ ഒന്ന് ഞാൻ മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ നന്നായിട്ട് ഇതിന്റെ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. ആ നമ്മൾ ഇട്ടിരിക്കുന്ന ആ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകിന്റെ ആ ഒരു പച്ചക്കുത്തൽ മണമൊക്കെ മാറിയിട്ട് അത് നന്നായിട്ട് വാടി അതൊന്ന് ജസ്റ്റ് മൊരിഞ്ഞ് കിട്ടണം. അപ്പോഴേ ആ ഒരു, അതായത് നമ്മളിത് വേറെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന, കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് ഈ വേപ്പിലയിലും പച്ചമുളകിലും നമ്മൾ വാഷ് ചെയ്തെടുക്കുന്ന കാരണം ഇതിനകത്ത് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വെള്ളത്തിന്റെ കണ്ടന്റ് നമ്മൾ നന്നായിട്ട് അത് സോർട്ട് ചെയ്ത് കളയണം. വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, വെള്ളത്തിന്റെ ചെറിയൊരു അംശം പോലും ഉണ്ടെങ്കിൽ ഇത് കേടായി പോകും, പെട്ടെന്ന് പൂപ്പലുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഇതിപ്പോ നമുക്ക് സാധാരണ കറികളൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്നും ഇരുന്ന് വാടട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് വരാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇത് കഴിഞ്ഞൊക്കെ പോയാൽ ഇതിന്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കൂടെ നിന്ന് നന്നായിട്ട് കെയർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസ്, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില എല്ലാം നല്ല മുരുമുരാന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊടി ഐറ്റംസ് ചേർക്കാൻ പോവാണ്. പൊടി ഐറ്റംസ് ചേർക്കുമ്പോൾ തീ വളരെ ലോയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആദ്യം ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ എണ്ണയിൽ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണവും മാറണം. മല്ലിപ്പൊടി ചേർക്കുന്നത്, മല്ലിപ്പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടിയുടെ ആ ഒരു മല്ലിയുടെ ഫ്ലേവർ വേണം, പക്ഷേ അത് കുറച്ച് മാത്രം, അതായത് 1 ടീസ്പൂൺ. അതും നന്നായിട്ട് സോട്ട് ചെയ്ത് ആ ഒരു പച്ചമണം മാറ്റണം കേട്ടോ.
അതിനുശേഷം മുളക് പൊടി ചേർക്കാൻ പോവാണ്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കുക. എരിവിന് ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് എരിവ് എത്ര വേണം, പുളി എത്ര വേണം, ഉപ്പ് എത്ര വേണം, മധുരം എത്ര വേണം ചേർക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരുപാട് എരിവ് വേണ്ട, എന്നാലും അത്യാവശ്യം ഒരു എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം ഇത് കാശ്മീരി ചില്ലി അല്ല, സാധാരണ ചില്ലി പൗഡറാണ്. അപ്പം അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ്. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്തു. മുളക് പൊടി ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല കളർ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്ത്, ഇപ്പോൾ ഒരു ടീസ്പൂൺ രീതിയിൽ മിക്സ് ചെയ്ത് ചേർക്കുവാണെങ്കിൽ കളറും കിട്ടും, ആവശ്യത്തിന് എരിവും കിട്ടും. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കുക. നന്നായിട്ട് സോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം എന്താ ചെയ്യുക, നമ്മൾ വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാളംപുളി നന്നായിട്ട് അത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. നല്ല പുളിയാണ്, അപ്പോൾ ഉടച്ചെടുക്കുക. അധികം അഴുക്കൊന്നും ഇല്ലാത്ത പുളി. ഇനി അഴുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് അരിച്ചെടുത്താൽ മതി. പുളി ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പുളിവെള്ളം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ആ പുളിവെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ. ഇനി ഇപ്പം ചേർത്ത ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പൊടി ഐറ്റംസ് ഇല്ലേ, അതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. കാരണം എന്താ, ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പം വെള്ളം മാക്സിമം നമ്മൾ വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ കറി കേടായി പോവും. തീ ഇത്തിരി കൂട്ടി വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ സാധനങ്ങളും ഇതുപോലെ നമ്മൾ റെഡിയാക്കി അടുത്ത് തന്നെ വെക്കാമെങ്കിൽ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഓരോന്നോരോന്നോ, കാരണം അധികം താമസമില്ല. അത് സോട്ടായി കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇച്ചിരി സൂക്ഷിക്കുക, കാരണം നമ്മൾ ഇതിനകത്ത് പുളിവെള്ളം ഒഴിച്ചു, അതുപോലെ തന്നെ ഇനി ശർക്കര ചേർക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പോൾ മേത്തോട്ട് തെറിച്ച് വീഴാനുള്ള ഒരിതുണ്ട്. പായസമൊക്കെ ഉണ്ടാക്കുന്നതേ ഫീല്. അപ്പം അത് സൂക്ഷിക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളം, ആ എണ്ണ ഒന്ന് തെളിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എണ്ണയിൽ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആഹാ, ഇപ്പോഴാണ് ഇഞ്ചിക്കറിയുടെ ആ ഒരു സ്മെല്ല് വരാൻ തുടങ്ങിയത്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായി ഇളക്കി ആ മസാലയിലെല്ലാം പിടിക്കട്ടെ. അപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു. ശർക്കരപ്പൊടി, അത് ഇനി ഉണ്ട ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു പകുതി കഷ്ണം ശർക്കര മതിയാവും. മധുരത്തിനനുസരിച്ച്
ഇതിപ്പോൾ ഞാൻ പകുതി കഷ്ണം എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അഴുക്കില്ലാത്ത ശർക്കരയാണ്, നല്ല ഡാർക്ക് ശർക്കരയാണെങ്കിൽ അതാണ് നല്ലത്, കറിക്ക് നല്ലൊരു കളർ കിട്ടും. പക്ഷെ ഇത് കുറച്ച് വൈറ്റിഷ് ആയിട്ടുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള, പക്ഷെ കറി ഇരിക്കും തോറും കളറ് വെക്കും കേട്ടോ. അപ്പൊ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര ഇനി ഉരുകി ഇതിലോട്ട് ചേരും കേട്ടോ. കറിയുടെ കളറ് ജസ്റ്റ് മാറി വരുന്ന കണ്ടില്ലേ, നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഇനി ഇതിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം കുറച്ചുകൂടെ ലൂസ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ തിളപ്പിക്കാൻ വെക്കാൻ പോവാം. ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പക്ഷെ ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. കുറുകി നമ്മൾ എത്ര വെള്ളം ചേർത്ത് തിളപ്പിച്ചാലും കുറുകി വരും. അപ്പം കുറച്ചുകൂടെ വെള്ളം ചേർത്ത്, ഞാനിപ്പോൾ വെള്ളം കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്, കാരണം കുറച്ചുകൂടെ ഒന്ന് കുറുകി, കുറച്ച് വെള്ളം അടുപ്പത്തിരുന്ന് വറ്റും തോറും പിന്നെയും പിന്നെയും കുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആ തൊടുകറി സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നതാണ്. ഇനി ഉപ്പ് ചേർക്കാൻ പോകുന്നത്, ഉപ്പ് ആക്ച്വലി ഞാനിപ്പോൾ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇത് തിളച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇത് പാകത്തിനിരുന്ന് തിളയ്ക്കാൻ പോവാം. അപ്പോൾ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മീഡിയം വെക്കുക, തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇനി ഇത് തിളച്ച് മേത്ത് വീഴാൻ സൂക്ഷിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും. ഇനി അതല്ല, നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള രീതിയിലാണ് വേണ്ടത് എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളമായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ആ വെള്ളം ഒന്ന് ഈക്വൽ ആവുന്ന രീതിയിൽ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇപ്പോൾ ഇതിലോട്ട് വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ, ചൂടുവെള്ളം തിളച്ച വെള്ളം ചേർക്കുക. അപ്പോൾ എണ്ണ തെളിഞ്ഞ് അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം, നോക്കാം നമുക്ക്. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് മേളിൽ ഇങ്ങനെ തെളിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. നോക്കൂ, നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പാകത്തിന് നമ്മുടെ പുളിയിഞ്ചി ആയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തെറിച്ച് ഇത്രയും ദേഹത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഞാൻ മാറി നിൽക്കുമായിരുന്നു. ഇപ്പം ഇത്രയും നന്നായിട്ട് കുറുകി ആ ഒരു കണ്ടില്ലേ, ആ ഒരു രീതിയിൽ നമ്മുടെ പാകത്തിന് ഒരു തൊടുകറി ഒരു ഇലയിൽ വിളമ്പാൻ പറ്റുന്ന പാകത്തിന് ഇപ്പോൾ കണ്ടോ എണ്ണ അകത്തിന്ന് വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ എന്താ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഉപ്പെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ, ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് ആദ്യം കുറച്ചിടുക, അതിനുശേഷം ലാസ്റ്റ് പോരെങ്കിൽ മാത്രമേ ഇടുക, അല്ലെങ്കിൽ ഉപ്പ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി കായത്തിന്റെ പൊടിയാണ്. കായത്തിന്റെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് വറുത്ത് എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കായം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. എണ്ണ ഇങ്ങനെ ഓടി കളിക്കുക അതിനകത്ത് കിടന്നിട്ട്, അതുപോലെ പാകത്തിനായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മാത്രം മതിയാവും കുറച്ച് ചോറൊക്കെ ഉണ്ണാനായിട്ട്. ഇതും ഇച്ചിരി തൈരൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ണാം, വേറെ കറികളൊന്നും വേണ്ട. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ
തൊടുകറികളൊക്കെ മതിയാവും എനിക്ക് കഴിക്കാനായിട്ട്. ഒരുപാട് സാമ്പാറോ അങ്ങനെയൊന്നും മീൻകറിയോ അങ്ങനെയൊന്നും വേണ്ട, ഈ ഒരു കറി തന്നെ ധാരാളം. ഇതിനി ഇങ്ങനെ മൂടി വെച്ച് ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു ബോട്ടിലോ ഭരണിയിലോ ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ 2 മാസം വരെയൊക്കെ ഓക്കെയാണ്, ഇരുന്നോളും. ഇനി ഇത് പുറത്ത് വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നനഞ്ഞ വെള്ളത്തിന്റെ അംശമുള്ള സ്പൂണോ തവിയോ ഒന്നും ഇട്ടിട്ട് എടുക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ എടുക്കുന്ന പോലെ തന്നെ വളരെ കെയർ ചെയ്തെടുക്കുക. ഭരണിയിലൊക്കെ ആണെങ്കിൽ അത് കുറേ നാള് ഇങ്ങനെ ഇരുന്നോളും. പിന്നെ വെള്ളം നന്നായിട്ട് വറ്റിച്ച് അതിൻ്റെ ഓരോ മസാലയുടെയും പച്ചമണം എല്ലാം കളഞ്ഞ് അങ്ങനെ നന്നായിട്ട് സമയമെടുത്ത് ചെയ്തെടുക്കുവാണെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതല്ല നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട്, ഇതിപ്പോ നമുക്കൊരു ഫംഗ്ഷൻ വന്നു, നമുക്ക് അതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു പുളിയിഞ്ചി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് എല്ലാം സോർട്ട് ചെയ്ത് പാകത്തിന് കാര്യങ്ങളെല്ലാം ചേർത്ത് മസാലാസ് എല്ലാം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഏകദേശം ഒരു 1-2 ആഴ്ചത്തോളം നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇത് കുറെ നാളത്തോട്ട് വെക്കണമെങ്കിൽ അതുപോലെ കെയർ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കല്ല കേട്ടോ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.